അബ്സല്യൂട്ട്ലി സൈലന്റ് ആയപ്പോഴും നമ്മൾ ആരുടെയോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. എവിടെ നിന്നാണ് ആ ലിറ്റിൽ ഇന്നർ വോയിസ് വരുന്നത്? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മളുടെ ഒരു ഇന്നർ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മളായിട്ട് സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന ഒരു ലോകമുണ്ട് ദാ ഇതിൻ്റെ അകത്ത്. ആ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആ ലോകത്തെ നിയന്ത്രിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ഈ രണ്ട് ചെവിക്കകത്ത്, ബാക്കി എല്ലാ ശബ്ദങ്ങളും ചെവിക്ക് പുറത്ത് നിന്ന് വന്ന് ചെവിയിൽ കൂടി റിസീവ് ചെയ്ത് ആണ് നമ്മൾ കേൾക്കുന്നത്. ബട്ട് ദാറ്റ് ദിസ് ലിറ്റിൽ ഇന്നർ വോയിസ്, ഇത് മാത്രമാണ് ഈ രണ്ട് ചെവിക്കകത്ത് കേൾക്കുന്ന ശബ്ദം. ആൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് യുവർ വേൾഡ്. ആ ചെറിയ ശബ്ദം ഉണ്ടല്ലോ, അത് തീരുമാനിക്കും നിങ്ങൾ ആരാവണം എന്ന്. ആ ശബ്ദം എന്തായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്. ആ സബ് കോൺഷ്യസ് മൈൻഡ് അങ്ങനെ തീരുമാനിക്കാൻ കാരണങ്ങൾ നമ്മളുടെ ചിന്തകൾ. ചിന്തകളിൽ നിന്ന് മനസ്സുണ്ടാകുന്നു, മനസ്സിൽ നിന്ന് ഇന്നർ വോയിസ് ഉണ്ടാകുന്നു, ഇന്നർ വോയിസിൽ നിന്ന് ഒരു ലോകം നമ്മൾ സൃഷ്ടിക്കുന്നു, ആ ലോകത്ത് നിന്ന് നമ്മളുടെ ജീവിതം നമ്മൾ സൃഷ്ടിക്കുന്നു. ചിലർക്കത് നരകതുല്യമാണ്, ചിലർക്ക് സ്വർഗതുല്യമാണ്, ചിലർക്ക് ഇങ്ങനെ അങ്ങ് പോകുന്നു. എന്തുകൊണ്ടാണ് മനുഷ്യർ പല രീതിയിൽ ജീവിക്കുന്നത്? ഒരേ കഴിവുള്ള, ഒരേ അവയവങ്ങളുള്ള, ഒരേ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ മാത്രം എന്തുകൊണ്ട് വ്യത്യസ്തരാകുന്നു? നമുക്കറിയാം, ഒരു ചെടി അല്ലെങ്കിൽ ഒരു മരം, അതിൽ നിന്ന് വരുന്ന തൈകൾ എത്ര പറിച്ചു വെച്ചാലും ഒരേപോലെ തന്നെയായിരിക്കും അത് വളരുന്നത്. ഒരേപോലെ ഉള്ള ഫലമായിരിക്കും അതിൽ നിന്ന് കിട്ടുന്നത്. മാവിന്റെ തൈയാണ് വെക്കുന്നതെങ്കിൽ എത്ര തൈ വെച്ചാലും അതിൽ നിന്ന് വരുന്നത് മാങ്ങ തന്നെയായിരിക്കും. അത് ഓരോ ഇനം അത് തന്നെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും, മാറില്ല. ഈ മാറ്റമുള്ളത് ഒരൊറ്റ ജീവജാലത്തിലാണ്, അതാണ് മനുഷ്യൻ. കാരണം മനുഷ്യന് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. ആ ചിന്തയിൽ നിന്ന് അവന്റെ ലോകം സൃഷ്ടിക്കാനുള്ള കഴിവ് സൃഷ്ടാവ് മനുഷ്യന് തന്നിട്ടുണ്ട്. അവൻ എന്ത് വേണമെന്ന് അവന് തീരുമാനിക്കാം. അതുകൊണ്ടാണ് പറയുന്നത്, യു ക്രിയേറ്റ് യുവർ വേൾഡ്. ഞാൻ തീരുമാനിക്കണം എൻ്റെ ലോകം എന്താകണം എന്ന്, എൻ്റെ ജീവിതം എങ്ങനെയാകണം എന്ന്. 3 രീതിയിൽ നമുക്ക് ജീവിക്കാം. നമ്മളുടെ ഈ ലിറ്റിൽ ഇന്നർ വോയിസ്, നമ്മളുടെ ഉള്ളിൽ കേൾക്കുന്ന ആ ചെറിയ ശബ്ദം, നിങ്ങൾ എത്ര വലിയ ഹൈലി പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന ആളാണെങ്കിലും ശരി, വെൻ യു വേക്ക് അപ്പ് ഇൻ ദ മോർണിംഗ്, കാരണം രാത്രിയിൽ നമ്മളുടെ ഉറക്കത്തിൽ പോലും ഈ ലിറ്റിൽ ഇന്നർ വോയിസ് നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, നമുക്കുള്ള ഇൻസ്ട്രക്ഷൻ തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ രാവിലെ ഇറ്റ് വിൽ ബി നെഗറ്റീവ്. രാവിലെ നമ്മൾ എഴുന്നേൽക്കുന്ന സമയത്ത് എഴുന്നേക്കാൻ മടി തോന്നുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ഒന്നും പ്രവർത്തിക്കാൻ തോന്നുന്നില്ലെങ്കിൽ, ഒന്നും ആക്ഷൻ എടുക്കാൻ തോന്നുന്നില്ലെങ്കിൽ, നമ്മളുടെ മൈൻഡ് നെഗറ്റീവാണ്. ചില ദിവസങ്ങളിൽ എല്ലാവർക്കും, ലോകത്തെ ഏറ്റവും വലിയ ശക്തിശാലികളായിട്ടുള്ള, ഏറ്റവും വലിയ ബുദ്ധിയുള്ളവർക്ക് പോലും ഈ നെഗറ്റീവ് തോട്ടുകൾ മൈൻഡിലേക്ക് വരാറുണ്ട്. അപ്പോ നമ്മൾ ചെയ്യേണ്ടത്, വി ഹാവ് ടു കൺവേർട്ട് ദാറ്റ് നെഗറ്റീവ് തോട്ട്സ് ഇനിഷ്യലി ടു ന്യൂട്രൽ ആക്കണം. ന്യൂട്രൽ ആക്കിയതിന് ശേഷം വി ഹാവ് ടു കൺവേർട്ട് ഇറ്റ് ടു പോസിറ്റീവ്. ഇങ്ങനെയാണ് ഒരു ദിവസം നമ്മൾ തുടങ്ങേണ്ടത്. നമ്മൾ എത്ര എൻഗേജ്ഡ് ആണെങ്കിലും, എത്ര മോട്ടിവേറ്റഡ് ആണെങ്കിലും, നമ്മൾ എത്ര വിഷണറി ആണെങ്കിലും ശരി, എവറി ഡേ മോർണിംഗ് യു ഹാവ് ടു ന്യൂട്രലൈസ് ആൻഡ് മേക്ക് ഇറ്റ് പോസിറ്റീവ്. ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യണം, അഫർമേഷൻസ് എടുക്കണം, എക്സർസൈസ് ചെയ്യണം, നമ്മൾ നല്ല നല്ല എന്തെങ്കിലുമൊക്കെ പ്രവർത്തികൾ രാവിലെ ചെയ്യണം എന്ന് പറയുന്നത്. ആ ന്യൂട്രലൈസ് ചെയ്തതിന് ശേഷം അതിനെ പോസിറ്റീവാക്കി മാറ്റണം. എങ്ങനെ നമ്മളുടെ ഒരു ദിവസത്തെ ഈ നെഗറ്റീവിൽ നിന്ന്, നമ്മളുടെ ചിന്തകളെ ഈ നെഗറ്റീവിൽ നിന്ന് ന്യൂട്രലാക്കാം, അതിൽ നിന്ന് പോസിറ്റീവാക്കാം, അതിൻ്റെ ഇൻഡെപ്ത് ആയിട്ടുള്ള ഒരു ലേണിംഗ് സെഷനിലേക്കാണ് I invite you. This is going to change your life. ഇത് പഠിക്കുന്നതിന് മുന്നേ
നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്ന, നമ്മൾക്ക് ഈ കഴിവൊക്കെ തന്നിരിക്കുന്ന, നമ്മുടെ ഉള്ളിൽ ആ നിധി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സർവേശ്വരനോട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ദൈവത്തോട് നിങ്ങൾക്ക് ഒരു നിമിഷം ഗ്രാറ്റിറ്റ്യൂഡ് പറയാം. ഐ എം ഗോയിങ് ടു ലേൺ ദ സീക്രട്ട് ദാറ്റ് യു ഹാവ് കെപ്റ്റ് ഇൻ മീ. എൻ്റെ ഉള്ളിൽ അങ്ങ് നിക്ഷേപിച്ചിരിക്കുന്ന ആ രഹസ്യം, ആ രഹസ്യത്തിൻ്റെ പൂട്ട് ഞാൻ പൊളിക്കാൻ പോവുകയാണെന്നും, ഈ രഹസ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അതനുസരിച്ച് ഞാൻ ഇന്നു മുതൽ ജീവിക്കും എന്ന പ്രതിജ്ഞ എടുത്തിട്ട് മുന്നോട്ട് പോകുന്നവർക്ക് ഇന്ന് എൻലൈറ്റ്മെന്റ് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. യു ആർ ഗോയിങ് ടു ഗെറ്റ് എൻലൈറ്റഡ്. യെസ്. അപ്പോ ഈ ലിറ്റിൽ വോയിസ് ഈ സൈഡിൽ കിടന്ന് കളിക്കുന്ന സമയത്ത്, ഈ സൈഡിൽ ഏത് നെഗറ്റീവിൽ നിൽക്കുന്ന സമയത്ത് പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന ലോവർ സെൽഫാണ്. ലോവർ സെൽഫ്. നമ്മളുടെ ഉള്ളിലെ ചിന്തകൾ പോസിറ്റീവ് ആകുമ്പോൾ നമ്മളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് നമ്മളുടെ ഉള്ളിലെ ഹയർ സെൽഫാണ്. ഹയർ സെൽഫ്. നമുക്കിത് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി നമ്മൾ ഇപ്പൊ തൊട്ട് വിളിക്കുന്ന പേര്, ലോവർ സെൽഫിനെ നമുക്ക് ചാത്തൻ അല്ലെങ്കിൽ പിശാച് എന്ന് വിളിക്കാം. ഹയർ സെൽഫിനെ നമുക്ക് നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ദൈവം എന്നും വിളിക്കാം. വിച്ച് മീൻസ് പിശാചും ദൈവവും നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട്. ഈ രണ്ട് പവറും നമ്മളുടെ ഉള്ളിൽ ഉണ്ട്. ഇതിൽ ആരുടെ നിയന്ത്രണത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ് ചോദ്യം. പിശാചിന്റെ നിയന്ത്രണത്തിലാണോ അതോ ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണോ? വിച്ച് മീൻസ് നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ there is a winner and there is a loser. നമ്മുടെ ഉള്ളിൽ ഒരു വിജയമുണ്ട്, ഒരു പരാജയപ്പെട്ടിരിക്കുന്ന ആളുമുണ്ട്. വിച്ച് മീൻസ് there is a hero as well as villain inside us. നമ്മളുടെ ഉള്ളിൽ തന്നെ ഒരു ഹീറോയും ഉണ്ട്, ഒരു വില്ലനും ഉണ്ട്. നിങ്ങൾ ഹീറോ ആയി മാറുന്നുണ്ടെങ്കിൽ ഹീറോ പറയുന്ന, ദൈവം പറയുന്നതനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് നിങ്ങൾ. നിങ്ങൾ ജീവിതത്തിൽ വില്ലനാണ് എങ്കിൽ, നിങ്ങളൊരു ലൂസറാണ് എങ്കിൽ, നിങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ ഉള്ളിലെ ചാത്തനാണ്, പിശാചാണ്. ആര് എന്നെ നിയന്ത്രിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പവർ സൃഷ്ടാവ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ ആര് പറയുന്നത് ഞാൻ അനുസരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം, അവകാശം എനിക്കുണ്ട്. ഇതിൽ ആര് പറയുന്നത് ഞാൻ കേൾക്കുന്നുവോ, ഇതിൽ ആരുടെ അടിമയായി ഞാൻ മാറുന്നുവോ, എനിക്ക് പിശാചിന്റെ അടിമയായി മാറാം. അപ്പോൾ ജീവിതത്തിൽ ഞാനൊരു സാത്താനായി മാറും. ഞാൻ ദുഷ്പ്രവർത്തികൾ ചെയ്യും. എൻ്റെ നാവിൽ ദുഷിച്ച വർത്തമാനങ്ങൾ വരും. എൻ്റെ പ്രവർത്തികൾ എപ്പോഴും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യുന്നതാവും. ഞാൻ എൻ്റെ ഉള്ളിലെ ദൈവം പറയുന്നത് അനുസരിച്ചാൽ യെസ്, ഞാൻ ദൈവമായി മാറും. ഞാൻ ദൈവപുത്രനായി മാറും. ഞാൻ അവിടെ നിന്ന് വന്നിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പ്രതിപുരുഷനായി മാറും. ദൈവത്തിന് ഭൂമിയിൽ നേരിട്ട് ഇറങ്ങി വന്ന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ദൈവത്തിന് ഒരു കാര്യം ചെയ്യാം, നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തരാൻ സാധിക്കും. സോ ഈ രണ്ട് പാർട്ടും കൂടെ ചേരുന്നതാണ് അവർ ലൈഫ്. വാട്ട് ഈസ് ലൈഫ്? ലോവർ സെൽഫും ഹയർ സെൽഫും ചേർന്ന് ഇൻസ്ട്രക്ഷൻസ് തരുന്ന, വില്ലനും ഹീറോയും ചേർന്ന്, പിശാചും ദൈവവും ചേർന്ന് എനിക്ക് തരുന്ന ഇൻസ്ട്രക്ഷനിൽ ഞാൻ ഏത് സ്വീകരിക്കുന്നു എന്നത് തീരുമാനിക്കും എൻ്റെ ജീവിതം. ഇതുകൊണ്ടാണ് പറയുന്നത് യു ആർ നെവർ ഇൻ ചാർജ് ഓഫ് യുവർ ലൈഫ്. യു ആർ നോട്ട് ഇൻ ചാർജ് ഓഫ് യുവർ ലൈഫ്. നമുക്ക് തോന്നും ഞാൻ എൻ്റെ നിയന്ത്രണത്തിലാണ്, ഞാൻ ഭയങ്കര പവർഫുൾ ആണ്, ഞാൻ എൻ്റെ ചിന്തകൾ അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ എൻ്റെ പ്രവർത്തികൾ എന്ത് വേണമെന്ന് ഞാനാണ് എന്നെ നിയന്ത്രിക്കുന്നത്. നോ. ഒന്നെങ്കിൽ
നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ലോവർ സെൽഫ് ആയിരിക്കും, അല്ലെങ്കിൽ ഹയർ സെൽഫ് ആയിരിക്കും. എയ്തർ ലോവർ സെൽഫ് ഓർ ഹയർ സെൽഫ് ഈസ് ഇൻ ചാർജ് ഓഫ് യുവർ ലൈഫ്. അല്ലാതെ ഇവിടെ ഒരാളുമില്ല. അല്ലാതെ എനിക്ക് എൻ്റെ ജീവിതത്തെ നിയന്ത്രിക്കാൻ പറ്റില്ല. എൻ്റെ ലൈഫ് തീരുമാനിക്കുന്നത് ഒന്നുകിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ഹയർ സെൽഫ്, അല്ലെങ്കിൽ ലോവർ സെൽഫ്, അല്ലെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ മിക്സ്. എൻ്റെ ജീവിതം എൻ്റെ കയ്യിലല്ല, നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കയ്യിലല്ല. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ, നമ്മളുടെ പ്രവൃത്തികൾ, ഓൾ ദീസ് നമ്മൾ തീരുമാനിക്കുന്നതല്ല. ഒന്നെങ്കിൽ ഹയർ സെൽഫ് നമ്മളുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളെ എക്സലന്റ് ആക്കും, നമ്മളുടെ ഉള്ളിലെ എക്സലൻസിനെ പുറത്തേക്ക് കൊണ്ടുവരാം, നമ്മളെ വേൾഡ് ക്ലാസ് ആക്കാനായിട്ട് അത് പറയുന്നതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കും. ഇല്ലെങ്കിൽ നമ്മളുടെ ഉള്ളിൽ ഇരുന്നുകൊണ്ട് പറയുന്ന ആൾ നമ്മളുടെ ലിമിറ്റേഷൻസ്, നിന്നെ കൊണ്ട് എന്തുകൊണ്ട് അത് സാധിക്കില്ല എന്ന് പറയുന്നത് കേട്ടിട്ട് നമ്മൾ പ്രവർത്തിക്കാതെ ഇരിക്കും. ചില സമയത്ത് ദൈവം പറയുമ്പോൾ നമുക്ക് തോന്നും, യെസ്, എനിക്ക് എന്തും ചെയ്യാം, ഐ എം ഗോയിങ് ടു ചേഞ്ച് ദിസ് വേൾഡ് എന്നൊക്കെ തോന്നും. പിറ്റേന്ന് രാവിലെ നമ്മളുടെ ഇൻസ്ട്രക്ഷൻ മാറും, ഇൻസ്ട്രക്ടർ മാറും. ലോവർ സെൽഫ് പറയും, എടാ അത് സംഭവമൊക്കെ ശരിയാ, പക്ഷെ കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ. നിന്റെ ഈ പൈസ ഉണ്ടോ? നിനക്കതിനുള്ള കഴിവുണ്ടോ? നിനക്കതിനുള്ള ടീമുണ്ടോ? നിന്റെ നാട്ടിൽ നിന്നല്ല അത് നടക്കുവോ എന്ന ഒരുപാട് ചോദ്യങ്ങൾ ഈ പിശാച് നമ്മുടെ ഉള്ളിലിരുന്ന് ചോദിക്കും. നമുക്ക് തോന്നും, ശരിയാണല്ലോ, എങ്കിൽ പിന്നെ അടുത്ത ജനുവരി 1 ഞാൻ നന്നായേക്കാം, അല്ലെങ്കിൽ അടുത്ത മാസം 1 തൊട്ട് ഞാൻ നന്നായേക്കാം, അടുത്ത തിങ്കളാഴ്ച രാവിലെ തൊട്ട് ഞാൻ നന്നായേക്കാം. ഓൾ ദീസ് തോട്ട് ആർ കമ്മിങ് ഫ്രം യുവർ ലോവർ സെൽഫ്. യെസ്. സോ എയ്തർ ഹയർ സെൽഫ് ഓർ ലോവർ സെൽഫ് ആണ് നമ്മളുടെ ലൈഫ് നിയന്ത്രിക്കുന്നത്. ഇത് രണ്ടും എക്സ്ട്രീംലി ഡിഫറെന്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ കൂടിയാണ്, സർക്കംസ്റ്റാൻസസിൽ കൂടിയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. രണ്ടും രണ്ട് ധ്രുവങ്ങളിൽ നിന്നാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും നമ്മുടെ കയ്യിൽ നിന്ന് നമ്മുടെ ജീവിതം പോകുന്നത്. അപ്പോ നിങ്ങളുടെ ജീവിതം നിർണയിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞിരിക്കുന്ന 2 പേരിൽ ആരെ നിങ്ങൾ അനുസരിക്കുന്നു എന്നുള്ളത് തീരുമാനിക്കും ഹൂ യു ബിക്കം. സോ യുവർ ലൈഫ് ഡിപ്പെൻഡ്സ് ഓൺ ഹൂ യു പേ അറ്റൻഷൻ ടു, ഹൂ യു ലിസൺ ടു. ഇതിൽ ആരെ നിങ്ങൾ കേൾക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കും നിങ്ങളുടെ ജീവിതം. മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ, I repeat, most of the people have serious problem with their lower self. Most of the people. അതുകൊണ്ടാണ് ലോകത്ത് 96% ആളുകൾ അവർക്ക് ഇഷ്ടപ്പെട്ട ജീവിതമല്ല അവർ നയിക്കുന്നത്. വെറും 4% ആളുകൾ മാത്രമാണ് ലോകത്ത് അവരിഷ്ടപ്പെടുന്ന രീതിയിൽ ജീവിക്കുന്നത്. അത് പണമായാലും സമ്പത്തായാലും സമാധാനമായാലും സന്തോഷമായാലും. എന്തുകൊണ്ട് നമ്മളുടെ എംപ്ലോയീസ് കാറ്റഗറി അവർ ആ ശമ്പളം കിട്ടുന്ന ദിവസം ചിലപ്പോൾ ഒന്ന് സന്തോഷിക്കുന്നുണ്ടാവും, പിന്നെ എന്നും അവരുടെ സ്ട്രഗിളിംഗ് ആണ്. മോസ്റ്റ് ഓഫ് ദം ലിസൺ ടു ദെയർ ലോവർ സെൽഫ്. അത് അവരുടെ ജീവിത സാഹചര്യം അങ്ങനെ ആക്കിയെടുക്കും. നിങ്ങളെല്ലാവരും മമ്മൂക്കാടെ ഭ്രമയുഗം എന്ന സിനിമ കണ്ടിട്ടുണ്ടാവും. ഭ്രമയുഗത്തിലെ മമ്മൂക്ക, ആ ചാത്തൻ, ആ മനയിലെ ചാത്തൻ. നമ്മളുടെ ഉള്ളിലേക്ക് എന്ന് നെഗറ്റീവ് തോട്ട് വരുന്നു, അന്ന് ചാത്തൻ നമ്മുടെ ഉള്ളിലിരുന്ന് ഒരു ചിരി ചിരിക്കും. ചിരിച്ചിട്ട് പറയും, എൻ്റെ മനയിലേക്ക് സ്വാഗതം. ആ മനയിലേക്ക് ചെന്ന് കയറിക്കൊടുത്താൽ യു വിൽ ബി ഫേസിങ് വെരി സീരിയസ് പ്രോബ്ലംസ് ഇൻ യുവർ ലൈഫ്. നിങ്ങൾക്ക് നിങ്ങളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ പറ്റില്ല. നിങ്ങൾ അകാരണമായി ദേഷ്യപ്പെടുന്നു. നിങ്ങളിൽ ഭയങ്കരമായ ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നു. നിങ്ങൾ ഒരു പരാജയപ്പെട്ടയാളാണ് എന്ന തോന്നൽ നിങ്ങൾക്ക് വരും. നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റുന്നില്ല. ഇതെല്ലാം ചാത്തന് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾ സങ്കടപ്പെടുമ്പോൾ, നിങ്ങൾ ഡിപ്രസ്ഡ് ആവുമ്പോൾ, നിങ്ങൾ ദേഷ്യപ്പെടുമ്പോൾ, നിങ്ങൾ എന്നെ കൊണ്ട് ഇത് സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിലിരിക്കുന്ന ചാത്തൻ പൊട്ടിച്ചിരിക്കുകയാണ്. മമ്മൂക്ക ചിരിക്കുന്ന പോലെ ആ ചാത്തനായിട്ട് ഉള്ളിലിരുന്ന് ചിരിക്കുകയാണ്. എന്ന് നിങ്ങൾ
അവനെ എതിർക്കാൻ തുടങ്ങുന്നു, അവൻ 8 പണി തരും. നിങ്ങളെ തകർക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഏത് വിധേനയും പിന്തിരിപ്പിക്കാൻ ശ്രമിക്കും. വാട്ട് ഈസ് ലോവർ സെൽഫ്? നമ്മളൊരു ടണലിൻ്റെ അകത്തൂടെ കയറുകയാണെന്നിരിക്കട്ടെ. നമ്മൾ ഈ ട്രെയിനിലും വണ്ടിയിലും ഒക്കെ പോകുമ്പോൾ നമ്മൾ ടണലിൽ കയറുമല്ലോ, പ്രത്യേകിച്ച് നാട്ടിൽ. ഇവിടുത്തെ എല്ലാ ടണലിലും വെളിച്ചമുണ്ട്. നാട്ടിലെ ടണലിലേക്ക് കയറും മൊത്തം ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് നമ്മൾ കുറേ പോയി കഴിയുമ്പോൾ ദൂരെ ഒരു പ്രകാശം കാണാം, ഒരു വെളിച്ചം കാണാം. ആ വെളിച്ചമാണ് ഹയർ സെൽഫ്. ആ ടണലിൻ്റെ അകത്തെ ഇരുട്ടാണ് ലോവർ സെൽഫ്. ദാറ്റ് ഡാർക്ക്നെസ് ഇൻ അവർ ലൈഫ്. ആ ദൂരെ കാണുന്ന ആ പ്രകാശം, അതാണ് ഹയർ സെൽഫ്. ദാറ്റ് ഈവിൾ, നമ്മുടെ ഉള്ളിലെ ചാത്തൻ, നമ്മുടെ ഉള്ളിലെ നമ്മളുടെ ശത്രു, ലോകത്തെ കീഴ്പ്പെടുത്തിയ, ലോകത്തെ വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗ്രേറ്റ് വാരിയേഴ്സിന്റെ ലൈഫിൽ പോലും അവർക്ക് പോലും പല സാഹചര്യത്തിൽ ഈ ചാത്തനെ അവോയ്ഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അവർക്കും പേടിയാണ്. ഈ ശത്രുവിനൊരു, ഇത് നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ശത്രുവാണ്. നമ്മളുടെ ജീവിതം നശിപ്പിക്കുന്ന, നമ്മളെ പിന്തിരിഞ്ഞോടാൻ പ്രേരിപ്പിക്കുന്ന ശത്രു. ഇവനൊരു പ്രത്യേകതയുണ്ട്. ഹി ഈസ് ആൻ ഇൻവിസിബിൾ എനിമി ഇൻസൈഡ് യു. അദൃശ്യമാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇൻവിസിബിൾ ഈസ് മോർ പവർഫുൾ ദാൻ വിസിബിൾ. നിങ്ങൾ കാണുന്ന നിങ്ങളുടെ കോമ്പറ്റീറ്റേഴ്സ്, നിങ്ങൾ വിചാരിക്കുന്ന നിങ്ങളുടെ ശത്രുക്കൾ, ഇതൊന്നുമല്ല യഥാർത്ഥത്തിൽ നിങ്ങളുടെ ശത്രു. നിങ്ങളുടെ ശത്രു നിങ്ങളുടെ ഉള്ളിലാണ്. ആൻഡ് മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഫെയിൽ ഇൻ ഫ്രണ്ട് ഓഫ് ദിസ് ഇൻവിസിബിൾ എനിമി. ഈ ഇരുട്ടില്ലേ, ഈ ടണലിൽ കൂടി പോകുമ്പോൾ ഉള്ള ആ ഇരുൾ ശ്രദ്ധിച്ചാൽ മതി. ആ ഇരുളാണ് വലുത്, ഹയർ സെൽഫ് ചെറുതാണ്. വിച്ച് മീൻസ് യുവർ ലോവർ സെൽഫ് ഈസ് മോർ പവർഫുൾ ദാൻ യുവർ ഹയർ സെൽഫ്. നിങ്ങളുടെ ഉള്ളിലെ ദൈവത്തെക്കാൾ പവർഫുൾ ആണ്, ശക്തനാണ് നമ്മുടെ ഉള്ളിലെ ആ ചാത്തൻ, ആ പിശാച്. യെസ്, ഹി ഈസ് മോർ പവർഫുൾ. ഇത് ഇന്ന് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാലും, ഈവൻ ഇത് ഒരുപാട് പേര് നമുക്ക് മുന്നേ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ദൈവമെന്നും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ പിശാചെന്നും. ഈവൻ ഇത് മനസ്സിലാക്കി കഴിഞ്ഞവർക്ക് പോലും they cannot overcome, they cannot control their lower self. അതാണ് മനുഷ്യന് സൃഷ്ടിക്കുന്ന സമയത്ത് ഒരു കണ്ടീഷൻ വെച്ചിട്ടുണ്ട്. കാരണം ഈ ലോവർ സെൽഫിനെ എപ്പോഴത്തേക്കുമായി കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നവൻ ദൈവമായി മാറും. അങ്ങനെ ഒരു ദൈവം ഭൂമിയിലില്ല, അങ്ങനെ ഒരു മനുഷ്യ ദൈവം ഇല്ല. അങ്ങനെ സ്വന്തം ലോവർ സെൽഫിനെ പൂർണ്ണമായി കൺട്രോൾ ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരാളും ഇന്നു വരെ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. എല്ലാം ചാത്തന്റെ കളിയാണ്. ചാത്തൻ ഈസ് മോർ പവർഫുൾ ദാൻ യു തിങ്ക്. ചാത്തനെ കുറിച്ച് നിങ്ങൾ പഠിച്ചാലും, ചാത്തനാണ് എൻ്റെ ഉള്ളിലിരുന്ന് ഇത് എനിക്ക് പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കിയാലും, നിങ്ങൾക്ക് പല സമയത്തും ചാത്തനെ എതിർക്കാൻ കഴിയില്ല. അതിനുള്ള ശക്തി പലപ്പോഴും നമുക്കുണ്ടാവില്ല. നമുക്ക് തിരിച്ചറിയാൻ പറ്റും, ഇത് എന്നോട് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത് ചാത്തനാണ് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും, നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ നമുക്കതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ അതനുസരിക്കേണ്ടതായിട്ട് വരും. ഈ ലോവർ സെൽഫിന്റെ പ്രത്യേകത, ഇറ്റ് ഈസ് വെരി സെൽഫിഷ്. ചാത്തന് അവന് സന്തോഷം കിട്ടണം എപ്പോഴും. അവന് സങ്കടപ്പെടുന്നത് ഇഷ്ടമല്ല. അവൻ എപ്പോഴും സന്തോഷിക്കണം. ഭയങ്കര സെൽഫിഷാണ് ചാത്തൻ. ഭ്രമയുഗം ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ആരെങ്കിലും ആ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ യു ആർ മിസ്സിങ് സംതിങ് ഗ്രേറ്റ്, എ ഗ്രേറ്റ് ക്രിയേറ്റിവിറ്റി. ഈ ചാത്തൻ വളരെ സെൽഫിഷാണ്. അതിൻ്റെ രൂപം, നമ്മൾ ഈ ചാത്തന് ഒരു രൂപം കൊടുക്കാൻ
ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ചാത്തൻ, നമ്മളിപ്പം ദൈവത്തിന് പല രൂപം നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? ജീസസ് ക്രൈസ്റ്റിന്റെ രൂപം നമ്മൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അള്ളാഹു എന്ന് പറയുമ്പോൾ നമുക്കൊരു ഒരു മനുഷ്യരൂപം അല്ലെങ്കിൽ ഒരു മുഖം നമുക്ക് തെളിഞ്ഞു വരും. നമ്മൾ ശിവൻ എന്ന് പറയുമ്പോൾ, മഹാവിഷ്ണു എന്ന് പറയുമ്പോൾ, ഗണപതി എന്ന് പറയുമ്പോൾ, സരസ്വതി എന്ന് പറയുമ്പോൾ ഒക്കെ നമ്മളുടെ ഉള്ളിൽ ഓരോ രൂപങ്ങൾ തെളിഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ എന്താണ് ചാത്തന്റെ രൂപം? ഇറ്റ് ഈസ് ആൻ ആനിമൽ ലൈക്ക് ക്രീച്ചർ. ഒരു 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 മൃഗത്തെ പോലെയാണ്. ആ മൃഗത്തിന്റെ രൂപം എന്ന് പറയുന്നത്, മൃഗങ്ങൾക്ക് പോലും ഐശ്വര്യമുണ്ട്. കറക്റ്റ്. മൃഗങ്ങൾക്ക് പോലും, ഏത് മൃഗത്തെ എടുത്താലും അതിന് ഭയങ്കരമായ ഐശ്വര്യമുണ്ട്. അങ്ങനെയാണ് ദൈവത്തിന്റെ സൃഷ്ടിയെല്ലാം. ഈ മൃഗം എന്ന് പറയുമ്പോൾ അത് മൃഗമല്ല നമ്മുടെ ഉള്ളിലെ ചാത്തൻ. അതിങ്ങനെ നമ്മളെ ഭയപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന, ഭ്രമയുഗത്തിന്റെ ക്ലൈമാക്സിൽ അതിന്റെ ഒരു 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 രൂപം കാണിക്കുന്നുണ്ട്. അത്ര വൃത്തികെട്ട, അത്ര ഭയാനകമായ ഒരു രൂപമാണ് ചാത്തന്. ആൻഡ് ദാറ്റ് ഈസ് ആൻ ആനിമൽ ഹിഡൻ വിത്തിൻ us. എങ്ങനെ, നമ്മൾ ആലോചിക്കാറില്ലേ, സ്വന്തം അമ്മയുടെ തലക്കടിച്ച് കൊല്ലാൻ ഒരു മകൻ എങ്ങനെ സാധിക്കുന്നു? സ്വന്തം അച്ഛനെ ഉപദ്രവിക്കാൻ, സ്വന്തം അച്ഛനെ കൊണ്ടുപോയിട്ട് ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടിടാൻ ഒരു മക്കൾക്ക് എങ്ങനെ സാധിക്കും? അവനല്ല അത് ചെയ്യുന്നേ. അവനല്ല ആ അമ്മയുടെ തലക്കടിച്ചത്. അവനല്ല അവന്റെ ഭാര്യയുടെ കഴുത്തറത്ത് കൊന്നത്. അവന്റെ ഉള്ളിലെ ഈ വൃത്തികെട്ട മൃഗമാണ് അവനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. ആ മൃഗമാണ് ചിരിച്ചത്. അവന്റെ ഉള്ളിലെ ആ മനുഷ്യനുണ്ടല്ലോ, ആ ദൈവം ഉണ്ടല്ലോ, അത് കുറച്ച് കഴിയുമ്പോൾ പുറത്തേക്ക് വരും. അന്ന് അവൻ അതിൽ പശ്ചാത്തപിക്കും. അതുകൊണ്ടാണ് ഏതൊരു കുറ്റവാളിയും കുറച്ച് കഴിയുമ്പോൾ ആ അവന്റെ ഉള്ളിലെ ചാത്തൻ അടങ്ങിക്കഴിയുമ്പോൾ, ജയിലിൽ പിടിച്ചിട്ട് കഴിയുമ്പോഴത്തേന് ചാത്തന് മനസ്സിലാവും ഇതിൻ്റെ അകത്ത് കിടന്നോണ്ട് ഇനി ഒരു പരിപാടി നടക്കില്ലെന്ന്. അവൻ ഇറങ്ങിപ്പോവും ആ ശരീരത്ത് നിന്ന്. അതിനാണ് ജയിലിൽ പിടിച്ചിടുന്നത്. മനസ്സിലാവുന്നോ? കാരണം അതിൽ കിടക്കുമ്പോൾ, അതിൻ്റെ അകത്തെ കൺട്രോൾഡ് അറ്റ്മോസ്ഫിയറിൽ കിടക്കുമ്പോൾ ഈ ചാത്തന് പ്രവർത്തിക്കാൻ പറ്റില്ല. അപ്പോ ആ ചാത്തൻ ആ ശരീരം വിട്ട് മറ്റ് പുറത്തുള്ള സ്വതന്ത്രമായി നടക്കുന്ന ഒരു ശരീരത്തിലേക്ക് പ്രവേശിക്കും. എനിക്കിതൊക്കെ എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ, 2016 4 ദിവസം ജയിലിൽ കിടന്നപ്പോഴാണ് 32 വയസ്സ് വരെ എൻ്റെ ഉള്ളിൽ ജീവിച്ചിരുന്ന ചാത്തൻ, ആ വൃത്തികെട്ട മൃഗം, എന്നിൽ നിന്ന് ഇറങ്ങിപ്പോയത്. അതിനുശേഷം എൻ്റെ ലൈഫ് വ്യത്യസ്തമായിരുന്നു. പഴയതുപോലെ അല്ല അവിടുന്ന് ഇറങ്ങി വന്ന ഞാൻ ജീവിച്ചത്. പഴയ ഇൻസ്ട്രക്ഷൻസ് അല്ല ഞാൻ കേട്ടത്. ഇറ്റ് ചേഞ്ച് മൈ ലൈഫ്. ഇത് പഠിപ്പിക്കാൻ വേണ്ടി ആയിരിക്കാം ഒരു പക്ഷേങ്കിൽ എന്നെ 4 ദിവസം അകത്തിട്ടെ. ആ 4 ദിവസം കൊണ്ട് എന്നിലുണ്ടായ ട്രാൻസ്ഫോർമേഷൻ. സോ ഹൂ യു ആർ ലിസണിങ് ടു ഈസ് ദ ക്വസ്റ്റ്യൻ. ദാറ്റ് ആനിമൽ, ലോവർ സെൽഫ്, ഈസ് ദാറ്റ് ഹിഡൻ ആനിമൽ ഇൻസൈഡ് അസ്. നമ്മുടെ ഉള്ളിൽ ഉള്ള ആ മൃഗമാണ് അത്. അതുകൊണ്ടാണ് സ്വന്തം അച്ഛന് മകളെ കാണുമ്പോൾ കാമം തോന്നുന്നത്. ഏതെങ്കിലും അച്ഛൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും അച്ഛൻ അങ്ങനെ ഒരു വികാരം തോന്നിയെങ്കിൽ, ആ നിമിഷം അയാളുടെ ഉള്ളിൽ ഈ മൃഗം പുറത്തേക്ക് ഇറങ്ങി. ആ മൃഗം പറഞ്ഞ ഇൻസ്ട്രക്ഷനാണ് അയാൾ അനുസരിച്ചത്. എന്തുകൊണ്ട് അതനുസരിക്കേണ്ടി വന്നു? ഇറ്റ് മേ ബി ബിക്കോസ് ഓഫ് ഹിസ്, അയാൾ ജനിച്ചു വളർന്ന സാഹചര്യങ്ങളാകാം, അയാളുടെ ജീവിത അനുഭവങ്ങളാകാം, അയാളുടെ തിക്ത അനുഭവങ്ങളാകാം, അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകെട്ടുകളാകാം. അതുമല്ലെങ്കിൽ ചാത്തന്റെ കളിയാവാം. ചാത്തൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് എങ്കിൽ അയാൾക്ക് മികച്ച കൂട്ടുകെട്ടുകൾ ഇല്ലാത്തത് കൊണ്ടാണ്, മികച്ച മെന്റർ ഇല്ലാത്തത് കൊണ്ടാണ്, മികച്ച അധ്യാപകരില്ലാത്തത് കൊണ്ടാണ്, നല്ലത് പറഞ്ഞു വളർത്താത്ത പേരൻസ് ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലാതെ ജന്മനായി ഇവിടെ ആരും കുറ്റവാളിയാവുന്നില്ല. അതുകൊണ്ടാണ് they all confess. എത്ര വൈരാഗ്യത്തിൽ നിന്ന് ഒരു പ്രവൃത്തി ചെയ്യുന്നവനും കുറച്ച് നാൾ കഴിയുമ്പോൾ കൺഫെഷനിലേക്ക് പോകും. അവൻ കുറ്റം ഏറ്റു പറയും. കാരണം അവന്റെ ഉള്ളിലെ ചാത്തൻ ഇറങ്ങിക്കഴിയുമ്പോൾ അവന് വീർപ്പുമുട്ടും. അവന് പറ്റില്ല ഇനി അത് മറച്ചു വെക്കാൻ. ഇനി അവന് ഒരു മൃഗം അവന്റെ ഉള്ളിൽ ഇല്ല. ആൻഡ് ദാറ്റ് വിൽ ചേഞ്ച് their life forever. സോ ലോവർ സെൽഫ് is the animal hidden within us. അതും ഉള്ളിൻ്റെ ഉള്ളിലാണ് ഇരിക്കുന്നത്. ഈ ചാത്തനാണ് നമ്മുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ട് നമ്മളുടെ ഉറ്റ സുഹൃത്തിന് ഒരു ലോട്ടറി അടിച്ചു, അല്ലെങ്കിൽ അവൻ ഒരു നല്ല
ജീവിതം ഉണ്ടായി, അല്ലെങ്കിൽ അവന് പെട്ടെന്ന് ഒരു സക്സസ് ഉണ്ടായി, നമുക്ക് അവനോട് അസൂയ തോന്നുന്നുണ്ട് എങ്കിൽ അത് നമ്മളുടെ ഉള്ളിലെ ദൈവത്തിനല്ല, നമ്മുടെ ഉള്ളിലെ ചാത്തനാണ് മറ്റൊരാളുടെ സക്സസ് കാണുമ്പോൾ സഹിക്കാത്തത്. മറ്റൊരാൾക്ക്, നമുക്ക് ഒരു ബന്ധവും ഇല്ലാത്ത ഒരാൾക്ക് ലോട്ടറി അടിച്ചു എന്ന് പറയുമ്പോഴും അതിന് താഴെ വന്നിട്ട് നൂറുകണക്കിന് ചാത്തന്മാരാണ് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. മറ്റൊരാളുടെ സക്സസ് കാണുമ്പോൾ സഹിക്കില്ല ചാത്തന്. അവർക്കാണ് മറ്റൊരാളെ ഉപദ്രവിക്കാൻ തോന്നുന്നത്, അവരെ കുറ്റപ്പെടുത്താൻ തോന്നുന്നത്. whenever something great happens to others, ചാത്തൻ ഇറങ്ങും. ചാത്തൻ അത് ഇഷ്ടമല്ല. ലോവർ സെൽഫ് ഇറങ്ങും. അവരാണ് സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ചാത്തന് അവന്റെ അഭിപ്രായങ്ങൾ എഴുതിയിടാനുള്ള സ്ഥലമായി മാറിയിരിക്കുകയാണ് ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം. ചാത്തന്മാരുടെ പ്രവർത്തന മേഖലയായി മാറിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. നിങ്ങൾ ഒരു കാര്യം കാണുമ്പോൾ ഓടിപ്പോയി അതിന്റെ കമന്റ് സെഷൻസ് ആണ് വായിച്ചു നോക്കുന്നത് എങ്കിൽ നിങ്ങൾ അറിയുന്നത്, നിങ്ങൾ കാണുന്നത് മറ്റു മനുഷ്യരുടെ ഉള്ളിലെ ചാത്തനെയും ദൈവത്തെയുമാണ്. ചിലർ അതിനെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന കാണാം, ഇറ്റ് കംസ് ഫ്രം ദാറ്റ് ഗോഡ്. ചിലർ അതിൻ്റെ അകത്തും കുറ്റം കണ്ടെത്തുന്നത് കാണാം, ഇറ്റ് കംസ് ഫ്രം ദാറ്റ് ചാത്തൻ, ആ ആനിമലിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ഇവരോടൊന്നും ദേഷ്യമല്ല തോന്നേണ്ടത്, സഹതാപമാണ്. ഇവൻ ചാത്തന്റെ പിടിയിലാണല്ലോ എന്നുള്ളതാണ്. ഇവനാണ് നമുക്ക് ആവശ്യമില്ലെങ്കിലും നമ്മളെ ഭക്ഷണം കഴിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഇവനാണ് നമ്മളെ ജിമ്മിൽ പോകണ്ട, ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നത്. ഇവനാണ് നമ്മളുടെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട എന്ന് പറയുന്നവൻ. ഇവനാണ് നമ്മളെ ഓരോ 2 മിനിറ്റ് 3 മിനിറ്റ് ഇരിക്കയിലെയും ഫോൺ എടുത്ത് നോക്കാൻ നമ്മളോട് പറയുന്നത്. ഇവനാണ് നമ്മളെ പിന്നത്തേക്ക് മാറ്റിവെക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇവനാണ് കുറച്ചുകൂടെ നല്ലതാവട്ടെ എന്നിട്ട് ചെയ്യാം എന്ന് നമ്മളോട് പറയുന്നത്. ഇവനാണ് എല്ലാം ഞാൻ തന്നെ ചെയ്യണം എന്ന് നമ്മളോട് പറയുന്നത്. ഇവനാണ് മറ്റുള്ളവരുടെ കുറ്റം കണ്ടെത്താൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. സത്പ്രവർത്തികളിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്നതെല്ലാം നമ്മുടെ ഉള്ളിലെ ചാത്തനാണ്. ഇവനാണ് നമ്മളുടെ ഉള്ളിൽ ലേസിനെസ് കൊണ്ടിട്ട് തരുന്നത്, മടി, പിന്നത്തേക്ക് ക്ഷീണം കൊണ്ടിട്ട് തരുന്നത് ചാത്തനാണ്. പഠിക്കാതിരിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ പലതിനും അഡിക്റ്റ് ആക്കുന്നത്, പലതും നടപ്പാക്കാതിരിക്കാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ചാത്തനാണ്. അത് ജിമ്മിൽ പോകുന്നതായിക്കോട്ടെ, അത് സിഗരറ്റ് സ്മോക്കിംഗ് ആയിക്കോട്ടെ, അത് ഡ്രിങ്ക്സ് ആയിക്കോട്ടെ, ടൈം വേസ്റ്റേഴ്സ് ആയിക്കോട്ടെ, എന്തൊക്കെ ഡിസ്ട്രാക്ഷൻസ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ടോ ആ ഡിസ്ട്രാക്ഷൻസ് എല്ലാം നിങ്ങളിലേക്ക് കൊണ്ടുതരുന്നത് ഈ ചാത്തനാണ്. ഇറ്റ്സ് നോട്ട് യു, ഇറ്റ് ഈസ് യുവർ ലോവർ സെൽഫ്. പിന്നത്തേക്ക് മാറ്റിവെക്കുന്നത് നിങ്ങളല്ല, നിങ്ങളുടെ ഉള്ളിലെ ചാത്തനാണ്. ആക്ഷൻ എടുക്കാതിരിക്കുന്നത് നിങ്ങളല്ല, മടി പിടിച്ചിരിക്കുന്നത് നിങ്ങളല്ല, ഇംപ്ലിമെന്റ് ചെയ്യാതിരിക്കുന്നതും പഠിക്കാതിരിക്കുന്നതും നിങ്ങളല്ല. കിങ്സ് ക്ലബിൽ വന്ന് ജോയിൻ ചെയ്യുന്നു, ഭയങ്കര ആവേശത്തിൽ വന്ന് ജോയിൻ ചെയ്യും, പിന്നെ ക്ലാസ്സിൽ കയറത്തില്ല, നിങ്ങളല്ല. ദൈവത്തിന്റെ കയ്യൊപ്പ് പതിഞ്ഞ CRM കയ്യിലിരിപ്പുണ്ട്, നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനുള്ള സൊല്യൂഷനും അതിൽ കിടപ്പുണ്ട്, നോക്കത്തില്ല. കാരണം എന്താ? നോക്കാൻ പ്രേരിപ്പിക്കത്തില്ല. നോക്കാൻ പ്രേരിപ്പിക്കുന്നത് ദൈവവും, നോക്കരുത് എന്ന് പറയുന്നത് ചാത്തനും. ക്ലാസ്സിൽ നാളെ തൊട്ട് കൃത്യമായി കയറുമെന്ന് വിചാരിപ്പിക്കുന്നത് ദൈവവും, നേരം വെളുക്കുമ്പോൾ അല്ലെ നാളെ ആവട്ടെ എന്ന് പറയിപ്പിക്കുന്നത് ചാത്തനും. ഇറ്റ് ഈസ് നോട്ട് യു, ഇറ്റ് ഈസ് യുവർ ലോവർ സെൽഫ്. ലോവർ സെൽഫ് ഈസ് മോർ പവർഫുൾ ദാൻ ഹയർ സെൽഫ്. ഞാനതുകൊണ്ട് ഒരാളുടെയും ജീവിതത്തിൽ നിന്ന് ലോവർ സെൽഫിനെ മാറ്റാനായിട്ട് ഞാൻ ഈ അറിവ് പകർന്നു കൊടുക്കും. അറിവ് കിട്ടും തോറും നമ്മളുടെ ഉള്ളിൽ നിന്ന് ഈ ചാത്തന്റെ കളി കുറഞ്ഞു വരും. എന്തുകൊണ്ടാണ് എംപ്ലോയീസ് എന്നും കഷ്ടപ്പാടിൽ ജീവിക്കുന്നത്? അവരറിവ് നേടുന്നില്ല. അവരുടെ കർമ്മ മേഖലയിൽ അവരറിവ് നേടുന്നില്ല, അവർ പഠിക്കുന്നില്ല, അവരിലേക്ക് നോളജ് വരുന്നില്ല. അറിവിൽ നിന്നാണ് ജ്ഞാനം വരുന്നത്. ജ്ഞാനത്തിൽ നിന്നാണ് നമ്മുടെ ഉള്ളിലെ ദൈവത്തെ പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്. അറിവിന് നേരിട്ട് ദൈവത്തെ കാണിച്ചു തരാൻ പറ്റില്ല. അറിവിൽ നിന്ന് നമുക്ക് വിസ്ഡം കിട്ടും, ജ്ഞാനം. ആ ജ്ഞാനം നമ്മളോട് പറയുന്നതാണ് ദൈവവചനം. സോ നിങ്ങൾ ആരെങ്കിലും ലോവർ സെൽഫിന്റെ പിടിയിലാണെങ്കിൽ ദൈവം വിചാരിച്ചാൽ നിങ്ങളെ സംരക്ഷിക്കാൻ പറ്റില്ല, നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് പല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും നിങ്ങൾക്കറിയാം, ദിസ് ഈസ് നോട്ട് എ ഗുഡ് ഡിസിഷൻ, ഇത് ശരിയല്ല ഞാൻ ചെയ്യുന്നത്. ബട്ട് സ്റ്റിൽ നിങ്ങളത് ചെയ്യും. മുന്നിൽ ജങ്ക് ഫുഡ് കൊണ്ടുവെക്കുമ്പോൾ, മുന്നിൽ ഒരു കോക്ക് കൊണ്ടുവെക്കുമ്പോൾ,
മുന്നിൽ ഒരു ബിയർ കൊണ്ടുവെക്കുമ്പോൾ, മുന്നിൽ ഒരു സിഗരറ്റ് കൊണ്ടുവെക്കുമ്പോൾ, മുന്നിൽ പ്രലോഭനങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് അത് അറിയാം, ഇത് ചെയ്യുന്നത് ശരിയല്ല, ഇത് എനിക്ക് നല്ലതല്ല എന്നറിയാം. എങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്തതിന്റെ റീസൺ, യു ആർ നോട്ട് കൺട്രോളിങ് യു, സംതിങ് എൽസ് ഈസ് കൺട്രോളിങ് യു. അതുകൊണ്ടാണ് അത് ശരിയല്ല എന്നറിഞ്ഞിട്ട് പോലും നിങ്ങൾക്കതിനെ ഓവർകം ചെയ്യാൻ പറ്റാത്ത. സോ മൈ ക്വസ്റ്റ്യൻ ഈസ്, ഹൗ മച്ച് യുവർ ലോവർ സെൽഫ് ഈസ് കൺട്രോളിങ് യു? ആരൊക്കെ ജീവിതത്തിൽ വിജയിച്ചിട്ടുണ്ടോ, ആരൊക്കെ ഇന്ന് വിജയിച്ച് നിൽക്കുന്നോ, മോർ ദാൻ 50% ദേ ആർ ഇൻ കൺട്രോൾ ഓഫ് ദെയർ ഹയർ സെൽഫ്. ആരൊക്കെ ഇന്ന് ജീവിതത്തിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ, നരകിക്കുന്നുണ്ടോ, ആർക്കൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിലേക്ക് എത്താൻ പറ്റിയിട്ടില്ലയോ, ജീവിതം കെട്ടിപ്പടുക്കാൻ പറ്റിയിട്ടില്ലയോ, അവർക്കെല്ലാം ഐ എം ഷുവർ മോസ്റ്റ് ഓഫ് ദ ടൈം, മോർ ദാൻ 50% ഓഫ് ദ ടൈം യു ആർ ലിസണിങ് ടു യുവർ ലോവർ സെൽഫ്. പകുതി കൂടുതൽ ഇൻസ്ട്രക്ഷൻസും നിങ്ങൾ എടുക്കുന്നത് ലോവർ സെൽഫിൽ നിന്നാണ്. സോ വാട്ട് ഈസ് ദ പെർസെൻറ്റേജ്? ഹൗ മച്ച് യു ആർ ഇൻ കൺട്രോൾ ഓഫ് യുവർ ലോവർ സെൽഫ്? ഇതിനെ 0% ആക്കാൻ പറ്റില്ല. എന്നാൽ ഇതൊക്കെ പഠിച്ചു, അങ്ങനെ ഉണ്ടെങ്കിൽ നാളെ തൊട്ട് ഇതൊക്കെ എനിക്കറിയാം എങ്കിൽ ഞാൻ ലോവർ സെൽഫിൽ നിന്ന് 0% ആണോ? എല്ലാം ദൈവം പറയുന്നതാണോ കേൾക്കുന്നത്? നോ, നോ വേ, നോ വേ. 100% ഇത് മനസ്സിലാക്കിയവർക്ക് പോലും തൻ്റെ ഉള്ളിലെ ചാത്തനെ നിയന്ത്രിക്കാൻ പറ്റില്ല, പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റില്ല. ദാറ്റ് ഈസ് ദ ഫാക്ട്. സോ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതലാണ് ചാത്തന്റെ നിങ്ങളുടെ ഉള്ളിലെ കളികൾ. എന്തിനാണ് 5 നേരം നിസ്കരിക്കുന്നത്? ആ ദൈവചിന്ത ഉള്ളിലേക്ക് വരുമ്പോൾ, ആ നിമിഷത്തിനിടയിൽ ഉണ്ടായ, ആ മണിക്കൂറുകൾക്കിടയിൽ നമ്മുടെ ഉള്ളിലുണ്ടായ പിശാചിനെ അടിച്ചമർത്താൻ ആ നിസ്കാരം നമ്മളെ സഹായിക്കും. എന്തിനാണ് എല്ലാ ദിവസവും സന്ധ്യാവിളക്ക് കത്തിച്ചു വെക്കണം എന്ന് പറയാൻ? എന്തിനാണെന്നും കിടക്കുന്നതിന് മുന്നേ മെഴുകുതിരി കത്തിച്ചു മുട്ടിപ്പായി പ്രാർത്ഥിക്കണം എന്ന് ബൈബിളിലും ഖുറാനിലും ഭഗവത്ഗീതയിലും ഒക്കെ പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ഈ ചാത്തനെ ഇങ്ങനെ അഴിച്ചു വിട്ടാൽ എന്താണ് ദൈവം? ദൈവവും ഒരു മനുഷ്യ സൃഷ്ടിയാണല്ലോ. ഞാൻ പറയുന്നതിന് ആ ലെവലിൽ നിന്ന് മനസ്സിലാക്കാം. മനുഷ്യന് മനസ്സിലാവുന്ന തലത്തിൽ ഈ അദൃശ്യമായ ശക്തിയെ കാണിക്കാൻ വേണ്ടി ഏതോ അറിവുള്ളവർ സൃഷ്ടിച്ചതാണ് ദൈവങ്ങളെ. എന്തിന് ദൈവത്തിന്റെ രൂപം മനുഷ്യരൂപമായി സാദൃശ്യം കൊടുത്തു? ഈ ദൈവത്തെ ആരാണ് സൃഷ്ടിച്ചത്? ഇങ്ങനൊരു കഥ ആരാണ് ഉണ്ടാക്കിയത്? നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഈ ചാത്തൻ, ഈ പിശാച്, ഈ പിശാചിന്റെ കളി മനസ്സിലാക്കി ഇവിടെ ഇതിനെ ഒപ്പോസ് ചെയ്യുന്ന ഒരു ശക്തി അദൃശ്യമായി നമ്മൾക്ക് മുകളിൽ CCTV പോലെ ഉണ്ടെന്നും, ഇതെല്ലാം ആ അദൃശ്യമായ ശക്തി കാണുന്നുണ്ടെന്നും, നിന്റെ ഓരോ കർമ്മങ്ങളും ഇവിടെ വിലയിരുത്തപ്പെടുന്നുണ്ടെന്നും, നീ എന്തെങ്കിലും മരണപ്പെട്ട് അവിടേക്ക് ചെല്ലുമ്പോൾ ഇതിനെല്ലാം നീ ഉത്തരം കൊടുക്കേണ്ടി വരുമെന്നും, നീ ചെയ്യുന്ന ഓരോ കർമ്മത്തിന്റെ ഫലവും നീ അല്ലെങ്കിൽ അനുഭവിക്കേണ്ടി വരും എന്ന് പറയുന്നതും, നല്ല വിസ്ഡം കിട്ടിയ, നല്ല ഹയർ സെൽഫുള്ള ജീവിച്ചിരുന്ന മനുഷ്യരുടെ സൃഷ്ടിയാണ് ഓരോ ദൈവവും. ചെറിയ ചെറിയ കഥകളുടെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലേക്ക് ആഴത്തിൽ പതിപ്പിച്ച് തന്നിരിക്കുകയാണ് ആ അദൃശ്യമായ ഹയർ സെൽഫിനെ. ഇതിനെ നിഷേധിക്കാൻ പാടില്ല. ദൈവമില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല, പക്ഷെ ദൈവം സൃഷ്ടിക്കപ്പെട്ടതാണ്. കാരണം മനുഷ്യന് മനസ്സിലാവില്ല ഈ ഭാഷ. ഞാൻ ഈ പറയുന്ന പോലെ സിമ്പിളായിട്ട് ഹയർ സെൽഫും ലോവർ സെൽഫും നിന്റെ ഉള്ളിലുണ്ട് എന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ അന്ന് വീഡിയോയും യൂട്യൂബും ഒന്നും ഇല്ല. അന്ന് അവർക്ക് എഴുതി വെക്കുക എന്നുള്ളത് മാത്രമായിരുന്നു. നിന്റെ ഉള്ളിലെ പിശാചിനെ നീ കേൾക്കരുത് എന്ന് പറഞ്ഞ ജീസസ് ക്രൈസ്റ്റിനെ കല്ലെറിഞ്ഞ് കുരിശിൽ കയറ്റി കൊന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, നമ്മൾ വായിച്ചിട്ടുള്ളത്. അല്ലാഹുവിന്റെ ജീവിതവും അങ്ങനെ തന്നെയായിരുന്നു. നമുക്ക് തോന്നത്തില്ലേ, ദൈവത്തെ കല്ലെറിഞ്ഞെന്നോ, ദൈവത്തെ കുരിശിലേറ്റിയെന്നോ, ദൈവത്തിനെ ഇത്രയും അധികം നോവിച്ചെന്നോ? യെസ്, ചെയ്യും. അത് പിശാചിന്റെ കളിയാണ്. നമ്മൾ വായിച്ചിരിക്കുന്ന ഓരോ കഥകളിലും നമുക്ക് കാണാൻ പറ്റുന്നത്, നമുക്കറിയാൻ പറ്റുന്നത് ഇതാണ് ദൈവസങ്കല്പം, ദൈവം എന്ന സങ്കല്പം, ദാറ്റ് ലിറ്റിൽ ഇന്നർ വോയിസ്. അതുകൊണ്ടാണ് നീലിമലയും കരിമലയും ഒക്കെ ചവിട്ടി 18ാം പടിയും ചവിട്ടി മുകളിൽ ചെല്ലുമ്പോൾ അയ്യപ്പനെ കാണാനാ പോകുന്നത്. മാലയിട്ട് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കാണുന്നവരെല്ലാം വിളിക്കുന്നത് അയ്യപ്പ അയ്യപ്പ എന്നാ വിളിക്കുന്നത്.
അവിടെ ചെല്ലുമ്പോ അയ്യപ്പനെ കാണാൻ ചെന്നിരിക്കുന്നിടത്ത് എഴുതി വെച്ചിരിക്കുകയാണ് തത്വമസി, അത് നീയാവും. അതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരുസ്വാമിയുടെ അടുത്ത് ഒരു ശിവലിംഗം കൊടുത്തിട്ട് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു മംഗലാപുരത്ത് ഒരമ്പലത്തിൽ. ആ ശിവലിംഗം മാറ്റി വെച്ചിട്ട് ശ്രീനാരായണ ഗുരു അവിടെ ഒരു കണ്ണാടി പ്രതിഷ്ഠിച്ചു. ഇന്നും ആ അമ്പലമുണ്ട്. കണ്ണാടിയാണ് അവിടുത്തെ പ്രതിഷ്ഠ. കാരണം എന്താ? ആ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ആ കണ്ണാടിയിൽ എനിക്ക് എന്നെ കാണാം. ഞാൻ എന്നോടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാനാണ് ആ ദൈവം, എൻ്റെ ഉള്ളിലാണ് ആ ദൈവം. ആര് പറയുന്നത് കേട്ട് നീ പ്രവർത്തിക്കുന്നുവോ അത് തീരുമാനിക്കും നീ ദൈവമാണോ ജീവിതത്തിൽ പിശാചാണോ എന്ന്. ജനുവരി 1-ാം തീയതി എൻ്റെ ഉള്ളിലെ ദൈവം എന്നോട് പറയാണ്, നീ നല്ല പ്രവർത്തികൾ ചെയ്യണം, നീ മറ്റുള്ളവരെ സഹായിക്കണം, നീ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, നീ അർഹതപ്പെട്ടവരെ സഹായിക്കണം. ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കുന്നു, അത്രയേ ഉള്ളൂ. ദൈവം പറയുന്നത് ഞാൻ അനുസരിക്കുന്നു. അവിടെ ചാത്തൻ പല രൂപത്തിൽ വരും. ചോദിക്കും, നിനക്ക് വേറെ പണിയില്ലേ? എന്തിനാണ് ഇങ്ങനെ ചെലവാക്കുന്നത്? നാളെ നിനക്കൊരാവശ്യം വരുമ്പോൾ ഈ പാഴ് ചെലവെല്ലാം കൂടെ ഇതൊക്കെ നിനക്ക് സേവ് ചെയ്ത് വെച്ചാൽ നിനക്ക് നാളെ ഒരു കാര്യത്തിന് ഉപകരിക്കില്ലേ? നാളെ ഇല്ലാതാകുന്ന സമയത്ത് ഇതോർത്ത് നീ പശ്ചാത്തപിക്കില്ലേ? ഇതൊക്കെ എൻ്റെ ചെവിയിൽ ചിലർ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എൻ്റെ ഉള്ളിൽ പലപ്പോഴും തോന്നിപ്പിക്കാറുണ്ട് ചാത്തൻ. എൻ്റെ ചെവിയിൽ ഞാൻ കേൾക്കാറുണ്ട്, പല രൂപത്തിൽ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എൻ്റെ ചിന്തകളിൽ എനിക്ക് വരാറുണ്ട്, ഞാൻ ഈ കാണിക്കുന്നത് അഹങ്കാരമാണോ? ഞാൻ ഈ ചെയ്യുന്നത് കൊണ്ട് നാളെ എനിക്ക് എന്തെങ്കിലും, ഇത് ഞാൻ സേവ് ചെയ്ത് വെച്ചാൽ നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന സമയത്ത് ഇതെനിക്ക് ഉപകരിക്കില്ലേ? ഇതൊക്കെ ഇവന്റെ ചോദ്യങ്ങളാണ്. ഇവൻ 100% നമ്മളോട് ലോജിക്കൽ ചോദ്യങ്ങൾ ചോദിക്കും. 100% ലോജിക്കലാണ് അതൊക്കെ. നമുക്ക് എതിർക്കാൻ പറ്റില്ല. അത്രയ്ക്ക് പവർഫുൾ ആണ് ഇവൻ. നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇവൻ ഇൻഫ്ലുവൻസ് ഉണ്ട്. സോ മൈ ടീം, യു ആർ നോട്ട് ഇൻ ചാർജ് ഓഫ് യുവർ ലൈഫ്. അതാദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ നിയന്ത്രണത്തിലല്ല നിങ്ങളുടെ ജീവിതം, എൻ്റെ നിയന്ത്രണത്തിലല്ല എൻ്റെ ജീവിതം. എയ്തർ ലോവർ സെൽഫ് ഓർ ഹയർ സെൽഫ് ഈസ് ഇൻ ചാർജ്. ഇതിങ്ങനെ ഓരോ സിറ്റുവേഷനിൽ മാറിക്കൊണ്ടേയിരിക്കും. 24 hours നമ്മുടെ ഉള്ളിൽ ഹയർ സെൽഫ് അല്ല പ്രവർത്തിക്കുന്നത്. ഇത് മാറി 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 വന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിൽ നമ്മൾ കേൾക്കുന്നത് ദൈവത്തിന്റെ ആയിരിക്കും, അടുത്ത നിമിഷം നമ്മൾ കേൾക്കുന്നത് പിശാചിന്റെ ഇൻസ്ട്രക്ഷൻ ആയിരിക്കും. നമ്മളുടെ ജീവിതം നമ്മളുടെ നിയന്ത്രണത്തിലാണ് എന്ന് തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ തോന്നൽ വരുന്നത് നിങ്ങളുടെ ലോവർ സെൽഫിൽ നിന്നാണ്, പിശാചിന്റെ തോന്നലാ. പിശാച് നിങ്ങളോട് പറയാ, ഇതൊക്കെ ചുമ്മാതാ കേട്ടോ, നീ നിന്റെ നിയന്ത്രണത്തിലാണ് പോകുന്നത്. അങ്ങനെ ചിന്തിപ്പിക്കുന്ന എന്തിനാണെന്ന് അറിയോ? സോ ദാറ്റ് ഇറ്റ് ഈസ് ഈസി ടു കൺട്രോൾ യു. അവന് നിങ്ങൾക്ക് സുഖത്തെ അവന് കൺട്രോൾ ചെയ്യാൻ പറ്റും, നിയന്ത്രിക്കാൻ പറ്റും. കാരണം എന്താ? നിങ്ങൾക്ക് കോൺഫിഡൻസ് തരികയാണ്. യു തിങ്ക് ദാറ്റ് ഈസ് യുവർ ഡിസിഷൻ. നോ, ഇറ്റ് ഈസ് നോട്ട്. അത് നിങ്ങളുടെ തീരുമാനമല്ല. സോ മൈ ക്വസ്റ്റ്യൻ ഈസ് ഇറ്റ് എ വേക്കപ്പ് കോൾ? ഒന്ന് ഉണർന്നോ? ആർ യു ഷോക്ക്ഡ്? ലോവർ സെൽഫ് എപ്പോഴും എടുക്കുന്നത് ഒരു വിക്ടിം റോൾ ആയിരിക്കും. വിക്ടിം, ഇരവാദം ഉന്നയിക്കുന്നതായിരിക്കും ലോവർ സെൽഫ്. നിങ്ങൾ ഇനിയും നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ പഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെ പഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ പഴിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പാർട്ട്ണറെ, നിങ്ങളുടെ മക്കളെ, നിങ്ങളുടെ കമ്പനിയെ, നിങ്ങളുടെ കസ്റ്റമറെ, നിങ്ങളുടെ സ്റ്റാഫിനെ, നിങ്ങളുടെ മാർക്കറ്റിനെ, നിങ്ങളുടെ നാടിനെ, നിങ്ങളുടെ ഗവൺമെന്റിനെ, ഇതിനെ ഏതെങ്കിലും പഴിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുകയാണ് എങ്കിൽ യു ആർ പ്ലേയിങ് എ വിക്ടിം റോൾ, ആൻഡ് വിക്ടിം റോൾസ് കം ഫ്രം യുവർ ലോവർ സെൽഫ്. കേരളത്തിൽ ഒന്നും നടക്കത്തില്ല. ലോവർ സെൽഫ് ചാത്തൻ പറഞ്ഞിറക്കി വിട്ടിരിക്കുന്ന ഡയലോഗാണത്. മലയാളിയല്ലേ, നിധി കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട, ചാത്തന്റെ ഡയലോഗാ. എന്താ മലയാളിക്ക് കുഴപ്പം? എന്താ മലയാളിക്ക് ഇല്ലാത്ത? UAE, ഞാൻ ഈ നിൽക്കുന്ന മണ്ണിൽ 1/3 മില്യണേഴ്സ് മലയാളികളാ. 1/3 മില്യണേഴ്സ്. എന്താണ് മലയാളിക്ക് കുഴപ്പം? മലയാളി അടിമപ്പണിക്ക് പോയിട്ടില്ല. മലയാളി അന്തസ്സായി വിദ്യാഭ്യാസം നേടിയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. സ്കില്ലുള്ളവരാണ് മലയാളീസ്. പിന്നെ ആരാണ് ഇങ്ങനെയുള്ള വാക്കുകൾ പറഞ്ഞിറക്കിയത്? നിങ്ങൾക്ക് മഹാരാഷ്ട്രയിൽ ചെന്നിട്ടൊന്ന് പറയാവോ? ഏതെങ്കിലും ഒരു മഹാരാഷ്ട്രക്കാരൻ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഗുജറാത്തികൾ, ഏതെങ്കിലും മാർവാടികൾ, ഏതെങ്കിലും തമിഴന്മാര്, ഏതെങ്കിലും കന്നഡക്കാര് പറയുന്ന കേട്ടിട്ടുണ്ടോ? പക്ഷെ മലയാളി പറയും. ഇതാണ് മലയാളികളെ നോക്കിയിട്ട് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്ന്. മനസ്സിലായോ അതിന്റെ അർത്ഥം? അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലായോ? നമ്മളുടെ ആളുകൾ മാത്രമേ ഉള്ളൂ പറയുന്നത് മലയാളിയല്ലേ. എന്തടാ മലയാളിക്ക് ഒരു കുഴപ്പം? നീ മലയാളിയല്ലേ, ഞാൻ മലയാളിയല്ലേ? ലോകത്തിന്റെ നെറുകയിൽ എത്ര മലയാളികളുണ്ട്.
ഇന്ത്യയിലെ അതിസമ്പന്നന്മാരെ എടുക്ക്. വിജയം പണത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എത്ര മലയാളി അതിസമ്പന്നന്മാരുണ്ട്. അതുണ്ടാക്കാൻ അറിയാത്തവന്മാര് ചാത്തന്റെ പിടിയിൽപ്പെട്ട് പറഞ്ഞുണ്ടാക്കും. ഞാൻ എന്തുകൊണ്ട് മലയാളം വിട്ട് പുറത്തോട്ട് പോകുന്നില്ല? എനിക്കിത് പൊളിക്കണം. എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ വരുത്തണം. മലയാളി എന്ന വികാരം ഉണർത്തണം. മലയാളികൾ എന്ന ഫീൽ അവിടെ ഉണ്ടാക്കണം. ആ ചാത്തനെ അടിച്ചിരുത്തുക എന്നൊരു ലക്ഷ്യം കൂടെ എനിക്കുണ്ട്. സോ ലോവർ സെൽഫ് ഓൾവേസ് പ്ലേസ് എ വിക്ടിം റോൾ ആൻഡ് ഹയർ സെൽഫ് ഓൾവേസ് പ്ലേസ് എ പ്രോബ്ലം സോൾവർ റോൾ. കണ്ടിട്ടില്ലേ? ഒരു ഭയങ്കര പ്രശ്നത്തിലാ സാറേ എന്നും പറഞ്ഞിട്ട് ചിലർ വരുമ്പോൾ നമ്മൾ പറയും അത്രയല്ലേ ഉള്ളൂ, അതിന് ഇന്നത് ചെയ്താൽ മതി. ഈ സൊല്യൂഷൻ കൊടുത്ത ആള് നിൽക്കുന്നത് ഹയർ സെൽഫിലും, ഈ പ്രശ്നമാണെന്നും പറഞ്ഞ് ഓടി വരുന്ന ആള് നിൽക്കുന്നത് ലോവർ സെൽഫിലും. അപ്പോ നിങ്ങൾക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾ അത് ചോദിക്കേണ്ടത് മറ്റൊരു ദാരിദ്ര്യം പിടിച്ച ലോവർ സെൽഫിൽ നിൽക്കുന്ന ചാത്തന്റെ പിടിയിലുള്ളവനോടല്ല, ഹയർ സെൽഫിൽ നിൽക്കുന്നവനോട് ചോദിക്കണം. എനിക്ക് ആ കാഴ്ച കാണാൻ പറ്റുന്നില്ല. ഗുരു സിനിമ കണ്ടതല്ലേ? അതിൻ്റെ അകത്തെ പോലെ തൊട്ട് മുന്നിൽ ഒരു മതിലാണ്, അതിന്റെ പുറയിൽ ആള് വന്ന് നിന്നിട്ട് ചോദിക്കുകയാണ്, ആരാണ് നിന്റെ മുന്നിൽ? അങ്ങയുടെ ലോകത്ത് ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത ഒരു കാഴ്ച എനിക്ക് കാണാം. അതാണ് എൻ്റെ മുന്നിലുള്ള മതിൽ. നിങ്ങളുടെ മുന്നിലും ഇതുപോലെ ഒരു ഇരുട്ട് വന്ന് നിൽക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്തെ കാഴ്ചകൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. പ്രോബ്ലം സോൾവേഴ്സ് പലതും പറയുമ്പോ ഈ ലോകം കീഴടക്കിയിരിക്കുന്ന ലോവർ സെൽഫ്, പിശാചിൽ ഉള്ളിലുള്ള ആളുകൾ മുഴുവൻ തിരിയും അവനെതിരെ. നിങ്ങളിൽ ചിലർക്കെങ്കിലും ഇപ്പൊ തോന്നുന്നുണ്ടാവും, ഇത് ദൈവത്തിന് എഗൻസ്റ്റ് അല്ലേ പറയാം, എൻ്റെ വിശ്വാസങ്ങൾക്ക് എഗൻസ്റ്റ് അല്ലേ പറയുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ആർ ഇൻ കൺട്രോൾ ഓഫ് യുവർ ലോവർ സെൽഫ്. എന്താണ് ലോവർ സെൽഫ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, നിനക്ക് എന്തൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ടോ, നീ എന്തൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കാത്തതുണ്ടോ, അതെല്ലാം നിന്റെ ലോവർ സെൽഫാണ്. പഞ്ചസാര കഴിക്കാൻ പാടില്ല, അത് നമുക്ക് പ്രശ്നമാണ് എന്ന് നമുക്കറിയാം, പക്ഷെ അതില്ലാതെ പറ്റില്ല, ലോവർ സെൽഫ്. ഉപ്പ് നല്ലതല്ല എന്നറിയാം, ഒരുപാട് ഇറച്ചി കഴിക്കുന്നത് നല്ലതല്ല എന്നറിയാം, ഐസിട്ട് മീൻ കഴിക്കുന്നത് നല്ലതല്ല എന്നറിയാം, എന്നിട്ടും നമ്മൾ കഴിക്കുന്നു. ഇതൊന്നും നല്ലതല്ല എന്നറിയാം. ഞാൻ ആ ആക്ഷൻ എടുക്കാതിരിക്കുന്നത് നല്ലതല്ല എന്ന് എനിക്കറിയാം. ഞാൻ ഇങ്ങനൊരു ആക്ഷൻ എടുക്കുന്നത് ശരിയല്ല എന്നും എനിക്കറിയാം. എന്നിട്ടും ഞാൻ അങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അത് ചെയ്യുന്നുണ്ടെങ്കിൽ, അതാണ് ലോവർ സെൽഫ്. ഈ ലോവർ സെൽഫിന്റെ പവർ എന്താണെന്നറിയോ? നിങ്ങൾ ചിന്തിക്കുന്നതിന് മുന്നേ തന്നെ ഇവൻ പ്രവർത്തിച്ചു കഴിയും. അത്ര ലൈറ്റ്നിങ് പവറാണ് അവന്. മിന്നൽ വേഗത്തിൽ അവൻ പ്രവർത്തിക്കും. യു കോണ്ട് ഈവൻ തിങ്ക്. ചിന്തിക്കുന്നതിന് മുന്നേ. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ സ്മാർട്ടാണ് ലോവർ സെൽഫ്, പിശാച്. നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ പവർഫുൾ ആണ്, സ്മാർട്ടാണ് ലോവർ സെൽഫ്. ഇവനാണ് നമ്മളെ കൊണ്ട് പിന്നത്തേക്ക് മാറ്റി വെപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത്. 100% സൂപ്പർ ലോജിക്കലായിട്ടായിരിക്കും ഇവൻ സംസാരിക്കുക. ലോജിക്കൽ എക്സ്ക്യൂസ് ആയിരിക്കും ഇവൻ പറയുന്നത്. ഒന്നും ലോജിക്കൽ മൈൻഡിൽ ചിന്തിച്ചാൽ ഇറ്റ് ഈസ് ട്രൂ. ഒരാൾക്കും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അവർ പറയുന്ന കാര്യത്തെ ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം ചാത്തൻ എപ്പോഴും എക്സ്ക്യൂസ് ഇട്ട് തരുന്നത് എങ്ങനെയായിരിക്കും? സൂപ്പർ ലോജിക്കൽ എക്സ്ക്യൂസ് ആയിരിക്കും ചാത്തൻ്റെത്. അതുകൊണ്ടാണ് എന്ത് ദുഷിച്ച പ്രവർത്തി ചെയ്താലും അതിന് ഒരു റീസൺ അവർക്കുണ്ടാവും. ആ റീസൺ എന്താണ്? അത് 100% ലോജിക്കലായിരിക്കും. അത് 100% ലോജിക്കലായിരിക്കും. ആ ലോജിക്കൽ റീസൺ തരുന്നതാണ് ചാത്തന്റെ പവർ. സോ ചാത്തന് പണിയെടുക്കുന്ന ഇഷ്ടമല്ല, ചാത്തന് അനുസരിക്കുന്നത് ഇഷ്ടമല്ല. ഒരാളെയും അനുസരിക്കത്തില്ല ചാത്തൻ. പക്ഷെ ഒരു കാര്യം മാത്രം മനസ്സിലാക്കുക, നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ചാത്തനെ, പിശാചിനെ കൊല്ലാൻ സാധിക്കുകയില്ല. അവനെ ഒഴിവാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. അത്രയ്ക്ക് പവർഫുൾ ആണ് നമ്മുടെ ഉള്ളിലെ ചാത്തൻ. അവനെക്കുറിച്ച് പറയുന്നത് കൊണ്ടും അവനെക്കുറിച്ചുള്ള അവയർനെസ് തരുന്നത് കൊണ്ടുമായിരിക്കും ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ എനിക്ക് ഡിസ്റ്റർബൻസ് വരുന്നു, തലവേദന വരുന്നു, ബുദ്ധിമുട്ടുകൾ വരുന്നു, ശരീരം ക്ഷീണിക്കുന്നു, എനിക്ക് ശരീരം കുഴഞ്ഞു വരുന്നു. അവൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ ഈ അവയർനെസ് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്. ചാത്തന്റെ പ്രവൃത്തി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ ഒന്ന് നിർത്തുകയാണ്. താങ്ക് യു.